ആണ്. ഷാബി രാജേഷ്, ഈ സഹകരണ സ്ഥാപനങ്ങളുടെ, സൊസൈറ്റികളുടെയും ബാങ്കുകളുടെയും ഒക്കെ തലപ്പത്തെ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ എത്തുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ഒരു സംവിധാനം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ കടം മുഴുവൻ ഒരാളുടെ ബാധ്യതയായി വരികയും സഹായം എവിടെ നിന്നും കിട്ടാതിരിക്കുകയും അയാൾ മരണം വരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഈ തരുണത്തിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് നടുക്കത്തോടു കൂടിയേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, ഒരു പൊതുപ്രവർത്തകന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ തിരുമല അനിലിൻ്റെ ഒരു മരണം നമ്മളൊക്കെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. ഇപ്പോൾ അഭിലാഷ് ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ ഇവിടെ ഈ ഫ്ലോറിൽ ചർച്ചയിൽ ഞാനും അദ്ദേഹവും അഭിലാഷോടൊപ്പം അല്ലെങ്കിൽ മാധുവിനോടൊപ്പം പല പ്രാവശ്യവും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടോ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളിലും പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരു നിമിഷം പെട്ടെന്ന് ഇല്ലാതാവുന്നു, അത് അദ്ദേഹം സ്വയം മരണത്തെ വരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഒന്നും ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കും, അതിനെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടൂളായി ഒരു മരണത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ പൊതുപ്രവർത്തകരും പലപ്പോഴും പല സർവീസ് സഹകരണ സംഘങ്ങൾ, മറ്റ് സംഘങ്ങൾ, അതുപോലുള്ള അതിൻ്റെ ഒക്കെ തലപ്പത്തിരിപ്പുണ്ട്. അതിലെല്ലാം പലയിടത്തും പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടായിരിക്കും സ്വാഭാവികമായും അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സംഘം തന്നെ 15 വർഷമായി അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന ഒരു സംഘമാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘം, ആ സംഘത്തെ ഏറ്റെടുത്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാരൊക്കെയാണ്, അല്ലെങ്കിൽ BJPയുടെ ഭാരവാഹികളായിട്ടുള്ളവരാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിട്ടുള്ളത്. അപ്പോൾ ആ സംഘം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ, അല്ലെങ്കിൽ ആ സംഘത്തെ നയിക്കുന്ന ആളുകളുടെ, ഇപ്പോൾ തിരുമല അനിലടക്കമുള്ള ആളുകളുടെ വ്യക്തിപരമായ സ്വാധീനത്തിൽ ആളുകൾ അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ടാകും. അത് അവരുടെ ഒരു വിശ്വാസമാണ്. ഇവിടെ പണം നിക്ഷേപിച്ചാൽ കിട്ടും എന്നുള്ളത് ആ സംഘത്തെ നയിക്കുന്ന ആളുകളിൽ കൂടിയുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ പണം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കുന്നത് അവരോട് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ പലപ്പോഴും അതിൻ്റെ പേരിലുള്ള ഒരു മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇത്തരമുള്ളൊരു സംഭവങ്ങളെ അതിനൊരു പൊളിറ്റിക്കൽ ടൂളായി, രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് വരെ, ഇപ്പോൾ അഭിലാഷ് ആലോചിച്ചോ, ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നമ്മൾ നടത്തിയിട്ടില്ല ഔദ്യോഗികമായി. പക്ഷേ ഇന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്ക്, എല്ലാ മാധ്യമങ്ങളിലും തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJP CPM രാഷ്ട്രീയ പോര്, ഇതല്ലേ വാർത്ത. അപ്പോൾ എന്താണ് ഒരു മരണത്തെ അതിന് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് പരസ്പരം പോരടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിയിരിക്കുകയാണ്. നമ്മൾ അംഗീകരിക്കാൻ കഴിയും. ഇവിടെ ഷാബു പ്രസാദ് ആദ്യം പറഞ്ഞല്ലോ, ഇതിനെ രാഷ്ട്രീയമായി കാണാൻ കഴിയില്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരിക്കലും ശ്രമിക്കും. ആരാ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്? പക്ഷെ തിരുമല അനിൽ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ തൻ്റെ യൗവനവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടങ്ങൾ മുഴുവൻ ചെലവഴിച്ച, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച അതേ പാർട്ടി, ആ പാർട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് അതിനെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു മനുഷ്യത്വം ഉണ്ടോ അവർക്കൊക്കെ? ഏത് രീതിയിലാണ് ഇവരിതിനെ എടുക്കുന്നത്? അപ്പം ഞങ്ങളൊക്കെ ഇതിനെ കാണുന്നത് ഒരു പൊതുപ്രവർത്തകൻ ഇല്ലാതായത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അതിനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെ ഒരിക്കലും അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ കഴിയില്ല. മറുവശം CPM എന്താ ചെയ്യുന്നത്? CPM ഇന്ന് വാർഡുകൾ മാർച്ച് വഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ വർത്തമാന പത്രങ്ങളിലും ഉള്ളത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, BJPയുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതിനെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് ആ പാർട്ടിയിൽപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാകുന്ന ഏറ്റവും അടുപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത വാർഡിലുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ആ വാർഡിലുള്ള ഏറ്റവും അടുപ്പമുള്ള ആ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒക്കെ വലിയ വേദനയും ദുഃഖവും അവർക്ക് ഒക്കെ ഉണ്ടാകും. സ്വാഭാവികമാണ്. നമുക്കൊക്കെ ഉണ്ടാകുന്ന അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള അടുപ്പമുള്ള, കുറേ കൂടി വൈകാരികമായ അടുപ്പമുള്ളവർക്കുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അതിവൈകാരികത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടിപ്പിച്ചത്? എന്തുവേണ്ടിയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നത്, മാധ്യമപ്രവർത്തകരെ കയർത്ത് സംസാരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെയോ ഇവർക്ക് ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ? എന്തിനു വേണ്ടി അത്ര വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്നുവരെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ സംസ്ഥാന പ്രസിഡന്റിനെ ഇദ്ദേഹം
2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി ആ പാർട്ടി എടുത്തോ, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ച ആ വ്യക്തി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ആ വേദന ഉണ്ടാകും, അമർഷം ഉണ്ടാകും, ഒരു സംശയവുമില്ല. ശരി.